ഒരു മിനിറ്റ് അണ്ണാ ഇത് ഹലോ കുട്ടി സംസാരിച്ചു അണ്ണനെ അറിയാൻ പറ്റും തോന്നുന്നു അണ്ണാ. എനിക്കറിയത്തില്ല. ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്താണ് ഇത്. ഇതാരാ? റബേക്ക. വണ്ടി കഴിച്ചപ്പോ എടുത്തോണ്ട് വന്നു. റബേക്ക എപ്പ എത്തി? നിങ്ങളോട് എത്രാം തോട്ടം പറയണം ഞാൻ കഴിഞ്ഞ ദിവസം എത്തി. ശരിയാ, നമ്മൾ ഒരു വട്ടം ചോദിച്ചാണല്ലേ അത്. അതെ ഇല്ല ഇപ്പൊ കംബാക്ക് ആണോ? കമ്പാക്ക് ആണോ? നമ്മള് സാധാരണക്കാര്. ഫോൺ എടുക്കണേ, നമ്പറൊക്കെ തരാം. എന്റെ നമ്പർ ഉണ്ട് റബേക്കയുടെ. എന്താ പരിപാടി? ഞാൻ വണ്ടി ഇല്ലണ്ണ, ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടൊരു വണ്ടി കിട്ടാൻ. ഞാൻ നടക്കായിരുന്നു. വാ റബേക്ക. കൊടുക്കേണ്ടത് കാരണം നിനക്കറിയാലോ, അവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ ഇവിടെ. അയ്യോ അത് കുഴപ്പമില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. ശരിയപ്പേട അത് ചന്ദ്രന്റെ ചന്ദ്രന്റെ റബേക്ക എന്തൊക്കെയുണ്ട് വിശേഷം? അണ്ണ അത് ചന്ദ്രന്റെ മോനാണെങ്കിൽ അണ്ണന് പോലൊന്നും ആയില്ലല്ലോ. എന്റെ കല്യാണം പോലെ കഴിയണ്ടേ, ഞാനിപ്പോഴും സിംഗിൾ അല്ലേ റബേക്ക. നാട്ടിലൊരു കേൾവി, നാട്ടുകാര് പലതും പറയാം റബേക്ക. ഇതൊക്കെ എങ്ങനെ കേട്ട് വിശ്വസിക്കാൻ പറ്റും ആൾക്കാർക്ക്? ശരി, ഞാൻ പറഞ്ഞ അണ്ണൻ അങ്ങനൊന്നുമില്ല. അണ്ണൻ ഇന്നും സ്നേഹിക്കത്തുള്ളൂ. പിന്നെ അത് തന്നെ റബേക്ക. എടാ നീ മെമ്പറായിട്ട് നിന്നാ, നീ ജോക്കിയുടെ അച്ഛൻ കളിക്കരുത്, മനസ്സിലായ? നീ അവിടെ നിക്ക്, ഞാൻ തീരുമാനിച്ചില്ല. ഞാൻ ചിലപ്പോ അകത്ത് കൊണ്ടുപോകും, നീ എന്റെ അടുത്ത് ചോദിക്കണ്ട, മനസ്സിലായ? നീ അവിടെ നിൽക്ക് സൈഡില്. വാ റബേക്ക, എന്നാ ഗ്യാങ്സിലൊന്ന് കേറിട്ട് വാ. ഇല്ല ജോക്കി ഇല്ല ഇവിടെ, ജോക്കി ഇവിടെ ഇല്ലല്ലോ. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എവിടെയായിരുന്നു? നമ്മള് മൊത്തത്തിൽ ഇപ്പൊ ഇതായിട്ടാണ് നടക്കണത്. പിള്ളേരുടെ ജെൻസി പിള്ളേരുടെ കൂടെ പിടിച്ചിരിക്കണ്ടേ ഇവിടെ. ഇപ്പൊ വന്നിട്ട് ആൾക്കാരൊക്കെ പരിചയമൊക്കെ ആയോ? അണ്ണ ഇവിടെ നിക്കാൻ പറ്റത്തില്ല. ഈ ആമ്പിള്ളയുടെ ശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റില് മുഖം മൂടി ഇട്ടാ നടക്കുന്നത്. ഇടയ്ക്ക് ഞാൻ സ്റ്റക്കായിട്ട് ഇരിക്കും, സ്റ്റാച്ചു പോലെ. പോന്നെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചിട്ട് പോത്തില്ല. പുതിയതാണോന്ന് അറിയാൻ വേണ്ടി നിൽക്കാം. അത് ശരിയാ. എലി ഞാനൊരു റിലേഷൻഷിപ്പിലായിരുന്നു റബേക്ക. എന്നിട്ട് നമ്മളെ മറ്റേ ഈ വൃത്തികെട്ട രീതിയിലൊക്കെ ഈ കമ്പാരിസൺ നടത്തുമല്ലോ നമ്മള്. അവൻ ഇങ്ങനെയാണ്, അവൻ നല്ലതാണ്, അവന് അത് വാരി എറിഞ്ഞ് അവൾ എൻ്റെ അടുത്തോട്ട്. അപ്പോഴത്തേക്കിനും എനിക്ക് വെറുത്ത് ഞാൻ ബ്രേക്കപ്പ് ആക്കി കളഞ്ഞു, ഇഗ്നോർ ആക്കി. ഇന്നലെ കല്യാണ നിശ്ചയം അണ്ണന്റെ പറയുന്നുണ്ടായിരുന്നു ആൾക്കാര്. ചന്ദ്രന്റെ കല്യാണ നിശ്ചയം അല്ലായിരുന്നോ? ചന്ദ്രന് വേണ്ടാന്ന് പറഞ്ഞു ലാസ്റ്റ്. അപ്പൊ കൊച്ചു ചന്ദ്രൻ അതൊക്കെ എല്ലാം ലൈവ് ബ്ലാസ്റ്റ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ചന്ദ്രന്റെ ഇഷ്ടമല്ലേ, നമുക്ക് ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഈ കല്യാണം കഴിച്ചാൽ മാത്രമേ കൊച്ചുണ്ടാവുന്നുള്ളൊരു ഇതില്ലല്ലോ. കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, കൊച്ചായാലും. ഓൾറെഡി ആയി. പക്ഷെ നമ്മൾ തറവാട്ടി പറഞ്ഞവരായതുകൊണ്ട് നമ്മളത് കുടുംബത്തോടെ ചേർന്നങ്ങ് നടത്തി കൊടുക്കാമെന്നുള്ള രീതിയിൽ നിന്നത്. അപ്പൊ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയാനാ? ജോക്കി സമ്മതിച്ചപ്പോ? ജോക്കിയാണ് സമ്മതിച്ചത്. ജോക്കി സമ്മതിച്ചാണ് നടത്താൻ പോയത്, മനസ്സിലായ? എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? പക്ഷെ ജോക്കിയുടെ മനസ്സ് അലിഞ്ഞിട്ടാണ് നടത്താന്ന് പറഞ്ഞത്. അപ്പൊ അണ്ണന്റെ കല്യാണം കാണോ? നമ്മളങ്ങനെ ഇതുവരെ ഒരു പെണ്ണിനെ സെറ്റ് ചെയ്തിട്ടില്ലല്ലോ റബേക്ക. ഈ നാട്ടിൽ ഇത്രയും പെൺപിള്ളേരെ കണ്ണൻ ഒന്നിനെ പോലെ നോക്കിയിട്ടില്ല. എന്തിനാ തെറുതിയാ? 10:45 10:50 അല്ല, നമുക്ക് കൺസ്യൂമർ ഇല്ല, സംസാരിച്ചിട്ടുണ്ട്. പോവാം, അവര് വെയിറ്റ് ചെയ്യും. ഈ ഗണ്ണൊക്കെ തരുന്ന ആൾക്കാര് നമ്മുടെ പയ്യന്മാരെ അറിയാവുന്ന ആൾക്കാരെ, അവര് വെയിറ്റ് ചെയ്യും. പറ മന്ദാരം. ഇതെന്താ പൂച്ചയൊക്കെ ആയിട്ട് നടക്കുന്നേ? അത് അവന്റെ പൂച്ചയാണ്. 10:30 ചെല്ലണമെന്ന് പറഞ്ഞേ. മന്ദാരേ എപ്പോഴാ എത്തേണ്ടത്?
അണ്ണാ 10:50 നമ്മ കറക്റ്റ് അവിടെ റിപ്പോർട്ട് ചെയ്യണം. എന്നാ ഒരു കാര്യം ചെയ്യും. കണ്ണാപ്പി നീ ഇപ്പൊ നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് 10:30 മിസ്റ്റർ എക്സിന്റെ അവിടെ ചെന്നിട്ട് എന്റെ തന്തയാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരിക്കും. അപ്പോഴത്തേന് 10:50 ആകുമ്പോഴത്തേനും ഞാൻ വരാം. ഹലോ. ഈ പയ്യന്മാരുടെ ഓരോ കുറുമ്പുകളാണ് ഇതൊക്കെ. എത്ര പിള്ളേരുണ്ട് അണ്ണാ ഇപ്പൊ? ഇപ്പൊ നമ്മളെല്ലാവരും ഒരു 10-35 പേരുണ്ട്. എടാ എല്ലാം പാടെ കേറാൻ പറയണ ലൈനപ്പില് 15 പേരെടുത്ത്. സ്നൈപ്പ് ഉറക്കോ? സ്നൈപ്പ് എടാ സ്നൈപ്പ് വന്നില്ലെങ്കിൽ ചൂട് കേറണേ. ചൂടെ അണ്ണം ബിസി ആണെങ്കിൽ പോയിട്ട് വായോ. ഇല്ല എടാ ഒരു മിനിറ്റ്. എടാ ഒരു ഗ്യാങ് കൊണ്ട് എടുത്തടാ. എന്നാലും ഇത്ര നല്ല എവിടെയായിരുന്നു റബേക്ക? സൂസനുമായിട്ട് സെറ്റ് ആയപ്പോ നമുക്കാരും ഇല്ലാതായില്ലേ, ഞാനങ്ങ് പോയി. അറിയാലോ സൂസൻ എങ്ങനെയായിരുന്നു. എനിക്ക് റബേക്ക കേറ വണ്ടി ഡ്രൈവ് സീറ്റ് മാറടാ. വാ റബേക്ക കേറും. ആരും കൂട്ടുവേണ്ട. ഞാൻ പെട്ടെന്ന് വരാം. ഇപ്പൊ തന്നെ വരാം. ഞാൻ വന്നാലണ്ണ കൂട്ടിന് ആര് വരണ? വണ്ടിക്കകത്ത് ഇറങ്ങണ. SRK ഒരു സേഫ്റ്റിയും വേണ്ട. റബേക്ക ഇരുന്നോ? പറ്റുന്നില്ല അവരിന്റെ. ഞാൻ വണ്ടി ഓടിക്കാം. ഓ വേണ്ട നീ വല്ല ആനയെ മേച്ചോ. ഇല്ലടാ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. യു ആർ ഡ്രൈവർ ഞാൻ ഓടിക്കണ. ഈ വണ്ടി മാറ്റി. ബൈക്ക് ഉണ്ടല്ലോ. ഇതില് കേറിക്കോ റബേക്ക. ഇതില് കേറിക്കോ. അല്ല വണ്ടിയൊക്കെ മാറിപ്പോയല്ലോ. റബേക്ക വണ്ടി മാത്രോ? എല്ലാം മാറിയില്ലേ? ടിവിയിലുള്ള ആൾക്കാർ വരെ മാറി. പിന്നാണോ വണ്ടി? ബാബു ഉണ്ട് ഇവിടെ. അതെ സരക്കിനെ ഓർമ്മയുണ്ടോ? കുട്ടിക്ക് ഇഷ്ടമാണ് പറഞ്ഞു. സരക്കിനെ ഓർമ്മയുണ്ടോ? അണ്ണാ അത് മാത്രമാണ് പറയുന്നത്. അണ്ണൻ ബാക്കി എന്താണെങ്കിലും എന്നോട് ചോദിച്ചോ. അപ്പാപ്പനോട് ചോദിച്ചോ, ഞാൻ പറയും. സൂസനെ പറ്റി പറയുമ്പോ എനിക്കുള്ള അതേ വിഷമല്ലേ? അപ്പൊ സൂസനെ പറ്റി പറയുമ്പോ എനിക്ക് ഈ വിഷമല്ലേ ഉണ്ടാവുന്നത്? എന്നാ ഞാൻ പറയാം. അപ്പൊ സൂസനെ പറ്റി പറയരുത്. ഇല്ല പറയത്തില്ല. മ്യൂച്വൽ കോൺട്രാക്ട് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയത്തില്ലേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇവിടെ ഇറക്കി വിടാനാണോ അണ്ണൻ വണ്ടി എടുത്ത് ഇവിടെ വരെ വന്നത്? അല്ല ഞാൻ വണ്ടി എടുത്തരാ സൂസന്. വാ സൂസനാ റബേക്കയ്ക്ക് വണ്ടി എടുത്തരാ. ഈ മാറ്റർ എടുത്തിടല്ലേ റബേക്ക? എന്തിനാണ്? ഞാൻ മറന്നിരിക്കണ കാര്യമല്ലേ ഇതൊക്കെ? എന്നെ വീട്ടിൽ ബ്രെയിൻ ഫീഡ് ചെയ്യണ എന്തിനാ? ഇമോഷൻ ഡാമേജ് ആവല്ലേ? വാ എങ്ങനത്തെ വണ്ടി വേണം? 2 സീറ്റർ വേണോ? 4 സീറ്റർ വേണോ? 6 സീറ്റർ വേണോ? 7 സീറ്റർ വേണോ? അണ്ണൻ സ്കൂളൊന്നും പണിഞ്ഞിട്ടില്ല. അണ്ണൻ ഏതെങ്കിലും 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വണ്ടി. 2 പേരെന്ന് പറയുമ്പോ മറ്റേ ആളാരാണ്? അത് മറ്റേ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഒരു നീലക്കുയിൽ കുട്ടി. പെൺകുട്ടി. അണ്ണനെ കാണുമ്പോ എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്, പഴയ പാട്ട്. ബാഗി പാൻസും അങ്ങനത്തെ ഒരു പാട്ടില്ലേ? ഏതാണ്? എന്തൊരു ബാഗി പാൻസും അണിഞ്ഞ് ചുറ്റി നടക്കാന്ന് അങ്ങനെ ഒരു പാട്ടില്ലേ? അത് വേണ്ട. ഇതെടുത്തോ. ഓക്കെ താങ്ക് യു. അപ്പൊ ഒരു സെക്കൻഡ്.
അക്സെപ്റ്റ് ചെയ്യാൻ അറിയണേ അല്ല ഞാൻ പുഴുക്കും. ഇതെങ്ങനെ വാങ്ങാം? കാണാറേക്ക. ഓക്കെ അണ്ണ പോയിട്ട് ഓക്കെ ഇതിന്റെ കീ ഉണ്ടെങ്കിലേ എനിക്ക് തോന്നുന്നു ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഏതിന്റെ വണ്ടിയുടെ ഏത് കീ എന്ന് എങ്ങനെ അറിയും? അത് കുഴപ്പമില്ല. ഇല്ല ഞാൻ കീ തരാം. എന്നാ കീ തരാം. വെയിറ്റ് ആദ്യം അണ്ണന് ഞാൻ ലിഫ്റ്റ് തന്നു. ഇപ്പൊ അണ്ണ എനിക്ക് ലിഫ്റ്റ് ചെയ്തു. വാട്ട് എ കോയിൻസിഡൻസ്. സത്യമല്ലേ? നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടണത് മിസ്റ്റർ ബീൻ വണ്ടിക്കകത്ത്. റബേക്ക എനിക്ക് 3 വർഷം എത്ര വർഷമായിട്ടുണ്ടാവും? 4 വർഷം. ഓ മൈ ഗോഡ്, 4 വർഷമൊക്കെ പോയ പോക്കേ. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുത്തില്ലല്ലോ? ഇല്ല പറയാ. ഒരു ജോലി അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു സ്കൂൾ ഉണ്ടെന്ന് അറിഞ്ഞ ആ സ്കൂളിൽ ഓണർ ഈ പറയുന്ന എലിയാണ്. ഒരിക്കലും പോരുത്. എനിക്ക് ജോലി ഞാൻ തരാം. റബേക്കൊക്കെ ജോലി ഞാൻ തരാം. എനിക്ക് പെമ്പിള്ളാരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ട് കൺഫ്യൂസ് ആകും. കാരണം എന്താണെന്ന് വെച്ചോളൂ, ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കാറില്ലല്ലോ. നമുക്ക് വല്ലപ്പോഴും വരുന്നതായതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരും. എനിക്ക് കീ കിട്ടിയില്ല. ഇല്ല കീ വേണ്ട. ജസ്റ്റ് തുറന്നു നോക്കി ലോക്ക് ചെയ്തിരുന്നു. എനിക്ക് എന്റെ കീ കിട്ടാതെ. ഓക്കെ അല്ലേ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. 4 വർഷം എന്തോ ആയല്ലേ? നിങ്ങളൊക്കെ RP ഓർക്കുന്നുണ്ടോ? സ്റ്റാർട്ടാകുന്നില്ല. ഓക്കെ അപ്പൊ റബേക്ക ഞാനേ കൺസൈൻമെന്റിന് പോയിട്ട് വന്നിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ അപ്പൊ സേഫ് ആയിട്ട് പോയിട്ടോ. ഓക്കെ സീ യു റബേക്ക. ബൈ. ഉമ്മേന്നല്ല ബൈ എന്നാ പറഞ്ഞേ. കുഴപ്പമില്ല, ശരി പോയിട്ട് വാ. നൈസാണല്ലോ, ഇടക്കൂടെ കിട്ടിയതാ എനിക്ക്. അപ്പൊ ഉമ്മേന്ന് പറഞ്ഞായിരുന്നു പ്രശ്നമില്ലായിരുന്നു കേട്ടാ. അയ്യോ ഞാൻ അടുത്ത കേസായത്. ആരും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? വേറെ ആരും കേട്ട് കാണില്ലല്ലോ അല്ലേ? ഇത് നമ്മൾ മാത്രം അറിയാൻ പാടുള്ളൂ കേട്ടല്ല. നിങ്ങളുടെ എല്ലായിടത്തും വേണ്ടി ഞാൻ പറയാണേ, ഇത് നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. ആരാടാ പ്രസവിച്ചെടുക്കണേ?